Limitations of cost accounting. Next, we are going to discuss about various limitations. ഒന്നാമത്തെ ലിമിറ്റേഷൻ ആയിട്ട് ഇറ്റ് ഈസ് എ കോംപ്ലെക്സ് സിസ്റ്റം. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു കോംപ്ലെക്സ് സിസ്റ്റമാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കാൽക്കുലേഷൻസും കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സും ഒക്കെ കുറച്ച് കോംപ്ലെക്സ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻ. ദ നെക്സ്റ്റ് വൺ, എക്സ്പെൻസീവ്. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് മാത്രമായിട്ട് നമ്മളൊരു അക്കൗണ്ടൻറ്റിനെ വർക്ക് ഏൽപ്പിക്കുക, അല്ലെങ്കിൽ അതിനുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നത് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള, അതായത് അഡീഷണൽ എക്സ്പെൻസസ് ആണ്. ദ നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ കമ്പനീസ്. ചെറിയ കമ്പനികൾക്ക് ഇത് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് അത്രയധികം പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ദെൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എസ്റ്റിമേഷൻ. ഒരു പ്രധാനപ്പെട്ടൊരു ലിമിറ്റേഷനാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മിക്കതും നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഉള്ള അസംഷൻസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രഡിക്ഷനൊക്കെ നടത്തുന്നതൊക്കെ എസ്റ്റിമേഷൻ്റെ ബേസിലാണ്. അതാണ് ഒരു ലിമിറ്റേഷൻ. കാരണം ഓൾറെഡി നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ് നമ്മളിതിൽ ചെയ്യുന്നത്. Then it is not helpful in determining tax liability. ടാക്സ് ലയബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ നമുക്ക് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യില്ല. അതിന് നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തന്നെ വേണം. ദെൻ ഇറ്റ് ഈസ് യൂസ് ഓഫ് സെക്കൻഡറി ഡാറ്റ. ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ വൺസ് പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഡാറ്റയാണ് നമ്മൾ ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ലാക്സ് യൂണിഫോമിറ്റി. യൂണിഫോമിറ്റി ഇല്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷനാണ്. കാരണം പല ഫേമുകൾക്ക് പല രീതിയിലുള്ള കോസ്റ്റ് അക്കൗണ്ടിങ്ങുകൾ യൂസ് ചെയ്യാം. നമ്മൾ തന്നെ പല മെത്തേഡ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ പല ടെക്നിക്സ് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഓരോ ഫേമിനും അതിൻ്റെ നേച്ചറിനനുസരിച്ച് ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്യാം. സോ യൂണിഫോമിറ്റി ഇല്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷനാണ്. ദ നെക്സ്റ്റ് വൺ, ക്രിറ്റിസിസം ഓർ ഒബ്ജെക്ഷൻസ് എഗെയിൻസ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെതിരെയായിട്ടുള്ള ഒബ്ജെക്ഷൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ ലിമിറ്റേഷൻസിലെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് എക്സ്പെൻസീവ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് ചെറിയ കമ്പനികൾക്കൊന്നും അത് താങ്ങാൻ പറ്റില്ല. ഓൺലി ലാർജ് ഫേംസ് ക്യാൻ അഫോർഡ് ഇറ്റ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഒബ്ജെക്ഷൻസ് എഗെയിൻസ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്. ആൻഡ് ഇറ്റ് ഈസ് അൺനെസസറി. അത് അടുത്തൊരു ഒബ്ജെക്ഷനാണ്. കാരണം അത് കമ്പൽസറി അല്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു അൺനെസസറി, ആവശ്യമില്ലാത്ത ഒരു അഡീഷണൽ എക്സ്പെൻസാണ് ഇത് എന്നാണ് ചില ഒബ്ജെക്ഷൻസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഒബ്ജെക്ഷൻ, ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഓൾ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ്. ചില ഇൻഡസ്ട്രീസിൽ ഇപ്പോൾ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് റൈസ് മിൽസ് പോലുള്ള ഇൻഡസ്ട്രീസിൻ്റെ കേസിൽ ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിങ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ സ്യൂട്ടബിൾ അല്ല. ദെൻ ഇറ്റ് ഫെയിലിയർ ആസ് റിഗാർഡ്സ് ഓഫ് ബ്രിഡ്ജിങ് ഡിസൈഡ് റിസൾട്ട്. ചില സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട്, അതായത് നമ്മളിപ്പോൾ സെയിൽസ് മിക്സ് ഫിക്സേഷനും അല്ലെങ്കിൽ പലതരത്തിലുള്ള മാനേജറിയൽ ഡിസിഷൻ എടുക്കാൻ സ്യൂട്ടബിൾ മാർക്കറ്റിംഗ് സെയിൽസ് മിക്സ് ഫിക്സ് ചെയ്യാനും സ്യൂട്ടബിൾ സെയിൽസ് പ്രൈസ് ഫിക്സ് ചെയ്യാനും ഒക്കെ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നെടുക്കുന്ന റിസൾട്ട് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കൊണ്ടുവരാൻ ഇതിന് പറ്റിക്കൊള്ളണം എന്നില്ല. ദെൻ മിയർലി എ സിസ്റ്റം ഓഫ് എസ്റ്റിമേറ്റ്സ് ആൻഡ് പ്രോബബിലിറ്റീസ്. അത് ഒരു ഒബ്ജെക്ഷനാണ്. നമ്മൾ ലിമിറ്റേഷനിൽ പറഞ്ഞിരുന്നു. അത് തന്നെ എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം എസ്റ്റിമേഷൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രോബബിലിറ്റീസ് ബേസ് ചെയ്തിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ സ്റ്റീരിയോ ടൈപ്ഡ് ആൻഡ് മെക്കാനിക്കൽ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ഒബ്ജെക്ഷനാണ് സ്റ്റീരിയോ ടൈപ്ഡ് ആൻഡ് മെക്കാനിക്കലായിട്ടുള്ള വർക്കാണ്. അപ്പോൾ അതിന് മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ ഏറ്റവും കൂടുതൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പോലെയുള്ള അക്കൗണ്ടിങ് ഈ ഡാറ്റ നമ്മൾ യൂസ് ചെയ്യും. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റ എന്ന് പറയുമ്പോൾ ശരിക്കും മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിനാണെങ്കിലും അത് മെക്കാനിക്കലായിട്ടുള്ളൊരു വർക്കാണെങ്കിൽ സ്റ്റീരിയോ ടൈപ്ഡ് ആയിട്ടുള്ളൊരു വർക്കാണ്. ദാറ്റ് ഈസ് അനദർ ഒബ്ജെക്ഷൻ. സോ ദീസ് ആർ ദ മെയിൻ ക്രിറ്റിസിസം ഓർ ഒബ്ജെക്ഷൻസ് എഗെയിൻസ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്.